കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 25, 21, 15 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യ വായനയിൽ കണ്ടത് പൗലോസിൻ്റെ കാര്യമാണ്. പൗലോസിനെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ കാണുന്നത് പൗലോസിനുണ്ടായ ഒരു ദൈവിക ഇടപെടൽ. ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അങ്ങനെ സാവൂൾ പൗലോസായി മാറുന്ന രംഗമാണ്. 10-ാം അധ്യായം തുടങ്ങി 28-ാം അധ്യായം വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഒരു മടുപ്പുമില്ലാതെ അധ്വാനിച്ച, പ്രസംഗിച്ച് നടന്ന ഒരു പൗലോസ്ലിയായ ഇൻഡിഫാറ്റിഗബിൾ പ്രീച്ചർ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, അൺടയറിങ് പ്രീച്ചർ. ഒരു മടുപ്പുമില്ലാതെ കർത്താവിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവന് വേണ്ടി വാദിക്കാൻ ഫീസ്തസ് മുമ്പോട്ട് വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. റോമക്കാരുടെ നിയമം അനുസരിച്ച് ഒരു വാദപ്രതിവാദം നടത്തി പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വേണം വിധിവാചകം ഉച്ചരിക്കാൻ. ഇതാണ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സൂസന്ന മരണത്തിന് വിധിക്കപ്പെട്ടു. അവൾ ഉച്ചത്തിൽ ദൈവത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി. അവനാണ് പറഞ്ഞത്, റോമാ നിയമപ്രകാരം ഇങ്ങനെയൊരു കാര്യം ചെയ്യാനുണ്ടല്ലോ, ഓക്കെ, അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനം അതുമൂലമാണ് സൂസന്നായുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇല്ല, അവളെ മരണത്തിലേക്ക് നയിക്കാൻ കാരണമായ ആ 2 നേതാക്കന്മാർ അവരുടെ ജീവനാണ് അവിടെ അപഹരിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. നമ്മൾ മടുപ്പ് കൂടാതെ കർത്താവിന് വേണ്ടി നിലകൊള്ളണം. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 3:11 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ ശാസന എടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. ചിലരെ കാണാൻ സാധിക്കും, 1-2 പ്രാവശ്യമൊക്കെ അവർ കർത്താവ് തന്ന ശിക്ഷണം എടുത്തു, പിന്നെ മടുപ്പാണ്. എന്തുകൊണ്ടാണ് എനിക്ക് തന്നെ ഇതിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കണേ? വചനം പറയാണ്, കർത്താവ് നമ്മെ ശിക്ഷിക്കുകയല്ല, ശാസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തിന്മയ്ക്ക് ശാസനം, നമ്മളെ തിരുത്താൻ വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ പരിശ്രമം, അതെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. പ്രഭാഷകൻ 7:10 വായിച്ചാൽ ഒരുപാട് വ്യക്തികൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ മടുപ്പ്. കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നാളത്തേക്ക് ഓവറായിട്ടും വേണേൽ പ്രാർത്ഥിച്ചു കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ
പ്രാർത്ഥനയിൽ മടുപ്പ്. വചനം പറയാണ്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യർ 6:9 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുത്. നന്മ ചെയ്യുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറേണ്ടതാണ്. ഇനി അതെ, ഞാൻ പണ്ടെങ്ങാണ്ട് ഒരു നന്മ ചെയ്തായിരുന്നു, അതൊക്കെ മതി എന്ന് വിചാരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റിയല്ല. മരണം വരെ ചെയ്യാവുന്നത്ര നന്മ ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണ് ദൈവമക്കൾ. അതിൽ മടുപ്പ് തോന്നരുത്. അത് ഹെബ്രായ ലേഖനം 13:16 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കുന്നതിലും ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്. അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്മ ചെയ്യുന്നതിൽ, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ സമ്പന്നരായി മാറണം എന്നുള്ളത് 1 തീമോത്തി 6:18 പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, ക്ഷമിക്കുന്ന കാര്യത്തിൽ മടുപ്പ് തോന്നരുത്. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ സഹോദരൻ തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കണം? 3 പ്രാവശ്യം, 3 7 പ്രാവശ്യം. സാധാരണ നിയമം അനുസരിച്ച് 3 പ്രാവശ്യമാണ്. അതിനേക്കാളൊക്കെ ഉദാരത കാണിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞൊരു കാര്യം, 7 പ്രാവശ്യം പോരെ? അതിന് കർത്താവ് മറുപടിയായിട്ട് പറഞ്ഞത് നമുക്കറിയാം, 7 70. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ക്ഷമിക്കുന്നതിൽ ഒരിക്കലും നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. മടുപ്പ് കൂടാതെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പൗലോസ്ലീഹയെ പോലെ നമ്മൾ ശുശ്രൂഷ മേഖലയിൽ മടുപ്പ് കൂടാതെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പം അതുകൊണ്ട് ഈ 5 മേഖലയിൽ മടുപ്പില്ലാതിരുന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. അതിൻ്റേതായിട്ടുള്ള നന്മ നമ്മുടെ ജീവിതത്തിൽ തെളിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു. നമുക്കറിയാം, ഞാൻ നിങ്ങളാരെങ്കിലും എന്നെ കാണാൻ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ കൂടെ ജോസഫേ, നിനക്ക് സുഖമാണോ? ആ, സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. 1 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ്, ജോസഫേ, നിനക്ക് സുഖമാണോ? അങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കറിയാം, നിങ്ങൾക്ക് തന്നെ തോന്നുന്നു, ഇതെന്നാ പറ്റി അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. ശരിക്കും ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുകയാണ്, പത്രോസിനെ മാറ്റി നിർത്തി കർത്താവ് ചോദിച്ചൊരു ചോദ്യം, പത്രോസേ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പം വീണ്ടും ചോദിക്കുകയാണ്, പത്രോസേ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ വീണ്ടും പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെങ്ങാനും മറന്നുപോയിട്ടാണോ? കുഴപ്പമില്ല, ഒന്നുകൂടെ പറഞ്ഞേക്കാം. വീണ്ടും ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പം പത്രോസ് പറഞ്ഞ മറുപടി സത്യമാണ്. കർത്താവേ, എനിക്കറിയില്ല എന്താ പറയേണ്ടത്. നിനക്കറിയാലോ എന്നെ, എൻ്റെ ഹൃദയവും മനസ്സും എല്ലാം നീ അറിയുന്നവനല്ലേ. എനിക്കറിയില്ല എന്താ പറയണ്ടേ. നിനക്കറിയാലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞതാണ്, നീ എന്നെ അനുഗമിക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം ആകപ്പാടെ 3 പ്രാവശ്യം ചോദിച്ചു എന്നുള്ളതേ അറിയാവുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വായിച്ചാൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. 1 ഈറോസ്, 2 ഫീലിയ, 3 അഗാപ്പെ. അഗാപ്പയാണ് അവസാനം പറഞ്ഞത്. അഗാപ്പെ സ്നേഹമാണ് ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അതാണ് അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. അതിനു മുമ്പ് പറഞ്ഞതെല്ലാം സ്വാർത്ഥത കലർന്ന, ജഡികത കലർന്ന സ്നേഹം. അതിനുപയോഗിക്കുന്ന വാക്കുകളാണ് ഈറോസും ഫീലിയായും ഒക്കെ. അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതെല്ലാം വിട്ട് അഗാപ്പെ സ്നേഹത്തിൻ്റെ ഉടമയാകണം എന്നുള്ളത് കർത്താവ് ആവശ്യപ്പെട്ടൊരു കാര്യം. അതിന് തയ്യാറായപ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. അതോടൊപ്പം ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, ശരിക്കും വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ആത്മീയ പക്വത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 21:18. നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ ആഗ്രഹിച്ചത് നീ ചെയ്ത് മുമ്പോട്ട് പോയി. പക്ഷെ നീ പ്രായമാകുമ്പോൾ നീ വെറുതെ കൈകെട്ടി നിൽക്കും, മറ്റൊരാൾ നിൻ്റെ അരമുറുക്കും, നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് ഫിസിക്കലി പ്രായമാകുന്ന
ഈ പ്രായം ചെല്ലുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല, മറിച്ച് ആത്മീയ പക്വത വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം. ആത്മീയ പക്വത വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, എൻ്റെ പ്ലാനല്ല, ദൈവത്തിൻ്റെ പ്ലാന്, അങ്ങനെ എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പറയാൻ ആത്മീയ പക്വത പ്രാപിച്ചവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് അൽഫോൻസസ് ലിഗോരി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നിൻ്റെ സമ്പത്തിൽ ഒരംശം എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ എന്ത് എളുപ്പമാണ്. നിൻ്റെ ഭക്ഷണം വേണേ, നിനക്ക് ഇഷ്ടം പോലെയുണ്ട്, അതിനകത്തുനിന്ന് ഒരു ഭാഗം എടുത്ത് ഈ വിശക്കുന്നവർക്ക് കൊടുക്കാൻ എന്ത് എളുപ്പമാണ്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചെയ്യാത്തവരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവരുണ്ട്. അത് പോരാ എന്ന്. അതുകൊണ്ടാണ് അൽഫോൻസസ് ലിഗോരി പറയണത്, നിൻ്റെ ഇച്ഛ, നിൻ്റെ ഇച്ഛ, നിൻ്റെ ആഗ്രഹം, നിൻ്റെ പ്ലാന്, നിൻ്റെ പദ്ധതി, അത് ദൈവത്തെ പ്രതി ഉപേക്ഷിക്കുമ്പോൾ നീ നിന്നെ തന്നെ നൽകുന്നവനായി മാറും. അതാണ് ഏറ്റവും വലിയ നൽകൽ എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇതിനെല്ലാം നമ്മൾ ആത്മീയമായിട്ട് വളരണം. അല്ലാതെ ഒരു മിനിമം പ്രാർത്ഥനയും ഭക്തിയായിട്ട് നടക്കുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബലിയർപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഈ കൃപ കിട്ടാനും ഈ അഭിഷേകം കിട്ടാനും ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.